നമസ്കാരം പ്രിയപ്പെട്ടവരെ. ലോക പോലീസ് ചമഞ്ഞ ഇസ്രയേലും അമേരിക്കയും അത്ര എളുപ്പമൊന്നും ഈ യുദ്ധം ജയിക്കത്തില്ല എന്നാണ് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലടക്കം ഈ അമേരിക്കനെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജയ് വിളിച്ച് കുഴലൂത്ത് നടത്തുന്ന സംഘികളും കാസകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ. 40,000 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടൽ കടന്നു. അതായത് ഈ ഹോർമൂസ് കടലിന്റെ നിയന്ത്രണം മൊത്തം ഇറാന്റെ കയ്യിലാണ്. ഇത്രയും യുദ്ധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടപ്പോഴത്തേക്ക് അത് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് നിങ്ങളിപ്പോൾ ഈ കിടന്നുകൊണ്ട് കുരയ്ക്കുന്നില്ലേ, ഇറാൻ അങ്ങോട്ട് നശിച്ചു പോകണം, ഇറാനെ അങ്ങോട്ട് തീർത്ത് കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരയ്ക്കുന്ന നീയൊക്കെ ഉണ്ടല്ലോ, ഒന്നും മനസ്സിലാക്കുക. അതാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, 10-70 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇറാന്റെ ഏത് ഭരണാധികാരികൾ വന്നാലും ഇന്ത്യയോട് കാണിക്കുന്ന ഒരു സമീപനം ഇതായിരിക്കും. പക്ഷേ തലക്ക് വെളിവില്ലാത്ത ഈ അണ്ടിമുക്ക് ശാഖയിൽ നേരം വെളുത്ത് വടിയും കറക്കി ട്രൗസറും ഇട്ട് അവിടെ നിന്ന് ലവ്മാർ അണ്ണാക്കിലേക്ക് കുത്തിത്തിരിക്കുന്ന ആ ക്യാപ്സൂളും തിന്നിട്ട് നീയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ വിവരമുള്ളവൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കുക, ഈ ചരിത്രങ്ങൾ എന്താണെന്നുള്ളത്. ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ചരിത്രങ്ങളെല്ലാം മാറ്റിമറിക്കലാണല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, എനിക്ക് ചിരിക്കാൻ പോയത് കേട്ടിട്ട് ചിരി വന്ന് പറഞ്ഞു. ലോക പോലീസിനൊക്കെ ചമഞ്ഞ് നടന്ന് വീമ്പിളക്കി നടന്ന ഇവൻ്റെയൊക്കെ ഒരു ഗതികേടൊന്ന് ആലോചിക്കുക. ഒരു പ്രകോപനമില്ലാതെ ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ നേതാക്കന്മാരെ വധിക്കലാണോ നിന്റെയൊക്കെ ഹീറോയിസം? ആയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്തി എന്ന് വീരവാദം മുഴക്കുന്ന ഈ വേട്ടാവളിയന്മാർ ഇപ്പം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയോടൊന്ന് കേൾക്കണം. കാരണം പുലിക്ക് പിറന്നത് പുലിക്കുട്ടി തന്നെ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ ആയത്തുള്ള ഖമേനിയുടെ മകൻ അവിടെ അധികാരമേറ്റ ഉടൻ തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. ഈ GCC കൺട്രിയിൽ നിൽക്കുന്ന സകലമാന അമേരിക്കൻ്റെയും വേട്ടാവളിയന്മാർ അവിടെ നിന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ ട്രൗസർ കീറിയ അടി ഞാൻ തരുമെന്ന് പറഞ്ഞത് ഇവനിക്ക് നന്നായിട്ട് അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നതെന്നുള്ളതാണ്. മുജിത്തബ ഖമേനിയെ പിടികൂടാൻ നീക്കം, വിവരം നൽകുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച് US. നട്ടലില്ലായ്മ, ഷണ്ടത്തം, ആണത്തമില്ലായ്മ എന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. എന്തിനാണ് ഇവർ ഇത്രയും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭയക്കുന്നത്? കാരണം ലോകത്തിന്റെ എല്ലാ സംവിധാനങ്ങളൊക്കെ ഉള്ള കൊണാണ്ടന്മാരല്ലേ. പിന്നെ നേരിട്ട് എന്തായാലും ഇറാൻ ഇപ്പം അമേരിക്കയെ അടിക്കത്തില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളുണ്ടല്ലോ, അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഭൂലോക മണ്ടന്മാരാ. ഈ വിവരം കെട്ട വിവരദോഷികളായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാടും ഒരു കാലത്ത് നന്നാകാനൊന്നും പോകുന്നില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത, അതായത് ഇപ്പം ഞാനങ്ങ് തീർത്ത് അങ്ങ് കെട്ടിക്കളയും എന്ന് പറഞ്ഞ് വന്ന് യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ വീമ്പ് കിടക്കുന്നുള്ളൂ. ചില വാർത്തകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് സംഘികളും കാസകളൊക്കെ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് മെഴുക, ഇപ്പം അങ്ങോട്ട് ഇറാൻ അങ്ങ് തീർന്നു, ഇനി ഭൂപടത്തിൽ പോലും കാണില്ല എന്നൊക്കെ പറയുന്ന നിനക്ക് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നത് ഒന്ന് കേട്ടോ. അപ്പോൾ ജെയിംസ് സാർ, ഈ പറയുന്ന അങ്ങോട്ടേക്ക് വരുന്നു ആയത്തുള്ള അലി ഖമേനിയെയും അവരുടെ IRGC തലവനെയും അവരുടെ ഇന്റലിജൻസ് മേധാവിയും ഒക്കെ ക്ലീൻ വൈപ്പൗട്ട് ആക്കുന്നു. അതോടുകൂടി അവിടെ റെജീം ചേഞ്ച് എന്ന പ്രതീക്ഷ അസ്ഥാനത്താണ്. ഭരണകൂടത്തെ വീഴ്ത്താൻ എളുപ്പമല്ലെന്ന് അമേരിക്കൻ, ഇസ്രായേൽ, ഇന്റലിജൻസ് ഒക്കെ വിലയിരുത്തുക അല്ലേ? ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹാഷ്മി. ഈ 2003 അമേരിക്ക ഇറാഖിൽ ആക്രമിച്ചപ്പോൾ സദാം ഹുസൈനെ വീഴ്ത്തുക, അതോടെ ഭരണകൂടം വീഴും. ആ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു. സദാം ഹുസൈൻ വീണപ്പോൾ ഇറാഖ് വീണു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അമേരിക്കയുടെ സ്ട്രാറ്റജി, തന്ത്രമായിരുന്നത്. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതോടെ, അല്ലെങ്കിൽ പിടികൂടുന്നതോടെ അവിടുത്തെ പ്രക്ഷോഭകാരികളൊക്കെ ഒരുമിച്ച് കൂടി അവരുടെ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് വല്ലാതെ മോഹിച്ചു അമേരിക്കയും ഇസ്രായേലും. പക്ഷെ അതല്ല കാര്യമുണ്ടായത്. ഒരു വിദേശ ശക്തി വന്ന് ഇറാനിൽ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ദേശസ്നേഹത്തിന്റെ പേരിൽ കൂടി പ്രക്ഷോഭകാരികളടക്കം അതൊരു രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുമെന്നുള്ള രീതി ഒരു കണ്ടില്ല. എന്ന് മാത്രമല്ല, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതോടെ ഒരു ജനവികാരം, ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി. എന്തായാലും ഇറാനിലെ ഭരണകൂടത്തെ, ഇസ്ലാമിക ഭരണകൂടത്തെ വീഴ്ത്താമെന്ന ഒരു വ്യാമോഹമോ മോഹമോ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. വീഴ്ത്തുക എളുപ്പമല്ല, ഇതല്ല എന്ന് മാത്രമല്ല അവർ കൂടുതൽ ശക്തരായിരിക്കുന്നു, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ നിൽക്കുകയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കൺട്രോളിലാണ്. കാര്യം അതൊക്കെ തകർക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുന്നില്ല. 20% എണ്ണ വരുന്ന ഇതാണ് അവിടെ അടഞ്ഞു തന്നെ കിടക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഖമനായി ഇവിടെ മകൻ മുജ്തബ പറഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, ഈ തന്ത്രത്തിന് പിന്നിൽ
ആരാണ് ഈ അവരുടെ തലപ്പത്തുള്ളവർ വധിക്കപ്പെട്ടാലും ഭരണകൂടം വീഴില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നിൽ മേജർ ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് ജഫേരി എന്ന വളരെ സമർത്ഥനായിട്ടുള്ള അവരുടെ മേധാവിയാണെന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ വരികയാണ്. കാരണം 2003 ഇറാഖിലെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് വധിക്കപ്പെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്ത പോലും നേരത്തെ ഉണ്ടായിരുന്നുവെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൺസോൾഡേറ്റ് ചെയ്യുക, ആ രീതിയിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ള നീക്കമാണ് നടന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് ഇത് മിസ്കാൽക്കുലേഷനായി. ഗൾഫ് രാജ്യങ്ങൾ സൗദിയും ഖത്തറും കുവൈറ്റും UAE ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ അസ്വസ്ഥരായതോടെ അമേരിക്ക വല്ലാത്ത ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഹാഷ്മി, സ്മിത. ഓക്കെ, ഇറാഖിൽ കേവലം 3 ആഴ്ച കൊണ്ടായിരുന്നു അവരെ എല്ലാം സദ്ദാം ഹുസൈനും തൂക്കിലേറ്റി കാര്യങ്ങളെല്ലാം സെറ്റാക്കി എന്നാൽ ഫിനിഷ് ഓഫ് ചെയ്ത്. പക്ഷേ അത് സെൻട്രലൈസ്ഡ് കമാൻഡ് ആയിരുന്നു. ഇത് സെൻട്രലൈസ്ഡ് കമാൻഡ് അല്ല. നേരത്തെ 31 പ്രവിശ്യകൾ, 31 ഹെഡ് ക്വാർട്ടേഴ്സ്, 31 ഓരോരോ സെപ്പറേറ്റ് എൻറ്റിറ്റികൾ, ഓരോന്നും അവരുടേതായ യുദ്ധം ചെയ്യാം. അപ്പം ഇതെങ്ങനെ തകരും എന്നാണ് ജെയിംസ് സാർ പറഞ്ഞതിന്റെ അർത്ഥം. അതെ, അപ്പോൾ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പക്ഷേ ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ജയ് വിളിച്ച് കരഞ്ഞു മെഴുകുന്ന സംഖ്യ അണ്ണന്മാരോടും കാസ അണ്ണന്മാരോടും പറയാനുള്ളത്, വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ പറഞ്ഞു തരുന്നതെന്ന് കേൾക്കണം. ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് നിലംപരിശാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഈ വടിയും കൊടയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള, മറ്റുള്ള അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ കമ്പ്യൂട്ടറിനകത്ത് കുത്തി കുറച്ച് ബോംബ് പൊട്ടിച്ചുകൊണ്ടും ഈ ആത്മവീര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമാൻ എന്ന് പറയും. അപ്പോൾ ആ ഈമാൻ നഷ്ടപ്പെടാത്ത ഒരു വലിയൊരു ജനസമൂഹം ഇന്നും ഇറാനിലുണ്ട്. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുല്ലാ ഖമേനിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രാജ്യം അതോടുകൂടി അങ്ങ് തീർന്നു എന്ന് വിചാരിച്ച നീയൊക്കെ വേൾഡ് പൊട്ടന്മാരെന്നല്ലാതെ വേറൊന്നും പറയില്ല. കുറെ കോടികൾ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ ആ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിലേക്കൂടെ അവർ പറയുന്ന കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമാണ് അവിടുത്തെ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം അല്ലേ? നമ്മുടെ 4 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത്. അത് 40 മെട്രിക് ടൺ ഗ്യാസുമായിട്ടാണ് ഈ കപ്പലുകൾ നമ്മുടെ രാജ്യത്ത് വന്നത്. അത് ആ രാജ്യം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ബഹുമാനവും ആദരവും തന്നെയാണ്. ഇത് അതുപോലും മനസ്സിലാക്കാൻ മൂളയില്ലാത്ത ഈ സംഘി വേട്ടാവളിയന്മാരും കാസ കൂസന്മാരോടൊക്കെ ഇനി നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നത്? എന്തായാലും വിവരം പറഞ്ഞു തരുന്നത് അല്പമെങ്കിലും ഒന്ന് കേൾക്ക്, അല്ലാതെ ഇങ്ങനെ കടന്നുകൊണ്ട് കരഞ്ഞങ്ങ് മെഴുകല്ലേ. പിന്നെ അമ്മായിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. 5-6 ദിവസങ്ങൾക്ക് ശേഷം അമ്മായി ബങ്കറിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വരുന്നതായിരിക്കും. എന്താണെങ്കിലും മുജിത്തബ അൽ ഖമേനിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് $10 മില്യൺ ആണ് ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയായിട്ടുള്ള ട്രംപ് എന്ന് പറയുന്ന നരാധമൻ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവനൊക്കെ ഭയന്നു വിറച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സൂചന തന്നെയാണ്. ഒരു മുജിത്തബ പോയാൽ ഇനിയും 100 മുജിത്തബമാർ ആ മണ്ണിൽ നിന്നും ഉദിച്ചുയരും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം കരുതി വെച്ചിട്ടുണ്ട്. നോക്കിയിരുന്നോളുക, സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.